ഇസ്രായേൽ ഈജിപ്തിന്റെ അടിമത്തിന് 400 വർഷം അടിമകളായി കഴിഞ്ഞപ്പോൾ അവർ നിലവിളി കേട്ട ദൈവം മോശ എന്ന പ്രവാചകനിലൂടെ ലോകത്തെ രക്ഷിക്കുവാൻ, ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുവാനായിട്ട് മോശ പ്രവാചകനെ അയച്ചു. അങ്ങനെ അവർ മരുഭൂമിയിൽ കടൽ പിളർത്തി ദൈവം മനുഷ്യനെ ഇസ്രായേൽക്കാരെ മരുഭൂമിയിലൂടെ 40 സംവത്സരം കടത്തി അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ചുകൊണ്ട് ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കത്തക്ക വിധത്തില് മരുഭൂമിയിൽ അവർക്ക് അപ്പവും മാംസവും നൽകി, പാറയിൽ നിന്ന് ജലമൊഴുക്കി അവർക്ക് ആവശ്യമായ ജലം കൊടുത്തു. അവരുടെ വസ്ത്രങ്ങൾ ജീർണിച്ചില്ല, ചെരുപ്പുകൾ തേഞ്ഞില്ല. ദൈവത്തിന്റെ അത്ഭുതകരമായ പരിപാലനയില് പകലഗ്നി മേഘസമ്പത്തിലും രാത്രി അഗ്നിസമ്പത്തിലും അവർക്ക് വെളിച്ചം നൽകിക്കൊണ്ട് ഒരു ദൈവം അവർ കൂടെ നടക്കുന്ന ഒരു അനുഭവം ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളിതൊക്കെ കാണുമ്പോൾ ആ ദൈവം ഇന്നും എവിടെയെന്ന് നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ ആ ദൈവം ഇന്നും ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുക. അവന്റെ ശക്തി നിങ്ങളെ പ്രകടമാകുക തന്നെ ചെയ്യും. ഇസ്രായേൽ ജനം ഇത്രയധികം അത്ഭുതങ്ങൾ കണ്ടിട്ട് അവർ വീണ്ടും പാപം ചെയ്ത് ദൈവത്തെ ധിക്കരിച്ചില്ലേ? പാപം ചെയ്ത മനുഷ്യര് മരുഭൂമിയിൽ വെച്ച് വിഷസർപ്പങ്ങളുടെ കൊത്തയേറ്റ് മരിച്ചപ്പോൾ മോശപ്രവാചകൻ അവർക്ക് മധ്യസ്ഥം നൽകിക്കൊണ്ട് പറഞ്ഞപ്പോൾ ദൈവം അവന് ഒരു വിഷസർപ്പത്തെ ഉണ്ടാക്കി അവരുടെ കൂടാരത്തിന് നടുവിൽ നിർത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ആ വിഷസർപ്പത്തെ നോക്കിയവരെല്ലാം വിഷസർപ്പത്തിന്റെ വിഷത്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ടതുപോലെ കാൽവരിയിൽ നിന്ന് നമുക്ക് വേണ്ടി മരണം വരിച്ച യേശുക്രിസ്തു ലോകത്തിന്റെ പാപങ്ങൾക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയാണ് യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചത്. ആ മരണം നമ്മളെ ഓരോരുത്തരെയും വിഷത്തിന്റെ സർപ്പത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതുപോലെ ഈ കുരിശിലേക്ക് നോക്കി എനിക്ക് വേണ്ടിയാണ് ദൈവം ഇവിടെ തന്റെ മകനെ, തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഈ കാൽവരിയിൽ യാഗമായി തീർത്തതെങ്കിൽ എന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അവന്റെ തിരുരക്തം കൊണ്ട് നമ്മെ കഴുകിയത് കൊണ്ടാണ് നാം നിത്യജീവന പങ്കാളികളായി തീരുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ മനുഷ്യൻ, ദൈവം എപ്പോഴും നമ്മെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിന് 3 മക്കളുണ്ട്. ഏറ്റവും മാതൃകാപരമായ ദമ്പതികളായിട്ട് അവർ ജീവിച്ചു. അവരുടെ ജീവിതത്തിൽ സന്തോഷം അങ്ങനെ കളിയാടി നിൽക്കുന്ന സമയത്ത്